അനുമോൾക്ക് അതിനകത്ത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ശക്തി വേണം. അവക്ക് പിടിച്ചു നിൽക്കാൻ അവള് ബുദ്ധിപരമായിട്ട് ശക്തി ആർജിച്ചിട്ടുണ്ടെന്നാവും. പറഞ്ഞ അനുമോള് ജയിക്കാനായിട്ട് എന്തോ ചെയ്തിട്ടാണ് അപ്പൊ അവ കൊണ്ടുവന്നത് എന്നാണോ? തീർച്ചയായിട്ടും അവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ വേണം. ബ്ലാക്ക് മാജിക് പോലെയുള്ള ഗൂഢമായിട്ടുള്ള ഒരു ഇതാണ് അത്. ഇത് കർമ്മങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാവകളിൽപ്പെട്ടതാണ്. അത് ശരിക്കും നമ്മുടെ കേരളത്തിലൊന്നും ഇത് ഉപയോഗിക്കാറില്ല. ഇത് അവരുടെ കയ്യിലിരുന്നത് പ്ലാച്ച് തന്നെയാണോ? അവരുടെ കയ്യിലിരുന്ന് ഒരുപാട് സ്ഥലത്ത് അത് ഒറിജിനലിന് വേണ്ടി തപ്പി, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു 3 ദിവസത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ അവസാനം ഉണ്ടാക്കിയെടുത്തൊരു പ്ലാച്ചാണ്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന പാവ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇണക്കിയെടുത്തതായിട്ടുള്ളതാണ്. ഇതിപ്പോ നോർമലി ഒരു പാവ. അതെ. അന്നേരം ഇതേപോലെയുള്ള നിങ്ങളിത് ശ്രദ്ധിച്ചോ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു തന്ത്രം അറിയാവുന്നവന് ഇതേപോലെ തകിടിൽ എഴുതാം. ഉണ്ടല്ലോ, ഇതുണ്ട തകിട. ഇതിന്റെ ഉള്ളില് എവിടെയെങ്കിലും ഉള്ളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിനിപ്പോൾ ഓൾറെഡി പവർ ഉണ്ട്. ഇതേപോലെ തകിട് വെച്ച് തരികയാണെങ്കിലോ ഭക്ഷണത്തിനകത്ത് ചേർത്ത് തരികയാണെങ്കിലോ ആഭിചാരപരമായിട്ടുള്ള അറിയാവുന്നവൻ ചെയ്താൽ അവന്റെ അവസാനവും ഉണ്ട്, നല്ലതും ഉണ്ട്, ചീത്തതും ഉണ്ട്. ഇപ്പൊ അവയുടെ ഈ ഭാഗത്താ വെച്ചിരിക്കണ ഒന്ന് പിടിച്ചു നോക്കിക്കേ. ചെറിയൊരു ചൂട് പോലെ കാണിക്കുന്നുണ്ട്. അതാണ് ഈ മന്ത്ര തകിടിന്റെ വ്യത്യാസം. അതായത് അതിന് എനർജി വെക്കും. സൂചി വെച്ച് എഴുതും. നിങ്ങൾക്ക് കാണാം, ലെൻസ് വെച്ച് നോക്കണം. ഇത്ര വാക്യം മതി ഒരു പവർ ഉണ്ടാകാൻ. ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. ഇത് ആദ്യമേ അതേപോലെ രക്ഷക്ക് വേണ്ടിയിട്ട് ഇതേപോലെ പാവനെ കൊണ്ടുവന്ന് തനിക്കും വേണമെങ്കിൽ പാവനെ കൊണ്ട് ഞാനും ബിഗ് ബോസിൽ കയറാൻ തയ്യാറുണ്ട്. ഞാൻ തരാം. താൻ ഫസ്റ്റ് മേടിച്ചു. ഇനി അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ പോകുന്നവർക്ക് ഇതുപോലെ PR കൊടുത്ത് പൈസ കൊടുത്ത് ആളെ നിർത്തിയിട്ട് പോകണ്ടല്ലോ. ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് PR ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാരും PR ചെയ്യുന്നില്ല. അതിനകത്ത് ചെയ്യുന്നില്ല. ശരിക്കും അത് നേരായ മാർഗത്തിലാണ് ജയിക്കുന്നത്. അതല്ല ആണോ? അല്ല. ഇത് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ തരികയാണ്, നിങ്ങൾ ഇന്ന പോലെ ആകണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ തനിക്ക് വേണ്ട പവർ ഇതിൽ നിന്ന് തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലെ ആൾക്കാർ കൂടുതലും ശബരിമലയിലേക്ക് വരുന്നത്, ചാത്തന്നടിക്കലേക്ക് വരുന്നത്? അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി. ഷിയാസ് കരീം വന്നിട്ട് പാവനടുത്ത് എറിയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആ ചെയ്യുന്ന ആൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ശരിക്കും അതൊരു എനർജി അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തനിക്കൊരു എനർജി ഉണ്ട്, തന്നെ ഉപദ്രവിച്ച് താൻ വെറുതെ ഇരിക്കും. അതിനകത്ത് കിടന്നിട്ട് കറക്കിക്കളയുന്നു.